നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മനുഷ്യത്വം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയൊരു മഹാനാണ് അല്ലാഹ്. എത്ര ഉദാഹരണങ്ങളാണ് എന്റെ സഹോദരങ്ങളെ. ഖുർആൻ പഠിച്ചാൽ ഒരു മനുഷ്യന് ഖുർആൻ അനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ ഖുർആൻ അനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടതെന്ന് മാത്രം. ജീവിച്ചാൽ മനുഷ്യത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, നമ്മുടെ മുമ്പിൽ എത്ര മഹാന്മാര് തൊട്ടടുത്തല്ലേ ആദരണീയനായ അത്തിപ്പറ്റ ഉസ്താദ്. നമുക്ക് ആ ഉസ്താദിനെ മറക്കാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അദ്ദേഹം ഒരിക്കലും ഒരു എംപിയോ MLA ഒരു മന്ത്രിയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു വലിയ മുതലാളിയായിരുന്നു. അദ്ദേഹം പലർക്കും അത്ഭുതമായി. അദ്ദേഹം വലിയൊരു മുതലാളിയാണ്. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എവിടെ വേണോ ഉദ്ധരിക്കാം, എവിടെ വേണോ ഉദ്ധരിക്കാം. ലൈവല്ലേ ഞാൻ പറയുന്നു, അത്തിപ്പറ്റ ഉസ്താദ് വലിയൊരു മുതലാളിയാണ്, ഒരു സംശയമില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മുതലാളിയാണ്. നമ്മുടെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രതിനിധിയായി ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത്, ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത്, പള്ളിക്ക് ഒരുപാട് സഹായിച്ച് ഇന്നും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കാരുണ്യം കാംക്ഷിച്ചുകൊണ്ട് പോകുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര ഭാവിയുടെ വരദാനങ്ങളാണ് അവിടെ പോകുന്നത്. ആളാരാ? MA യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, ഞാൻ മുതലാളിയാണ്, അത്തിപ്പറ്റ ഉസ്താദും മുതലാളിയാണ്. സദസ്സിൽ നിർത്തിക്കൊണ്ടാ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുനിയാവിന്റെ മുതലാളി, അത്തിപ്പറ്റ ഉസ്താദ് പരലോകത്തിലെ മുതലാളി. മനസ്സിലായ? അത്തിപ്പറ്റ ഉസ്താദിന്റെ മുതൽ എന്താന്ന് മനസ്സിലായോ? പരലോകത്തിലെ മുതലാളിയാണ് എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു തആല കൊടുത്ത 82 വർഷം അത് ജീവിതത്തിൽ മനുഷ്യത്വപരമായി ജീവിച്ച് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ആരോടെങ്കിലും കയർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് ആദർശപരമായിട്ട് മാത്രം. എന്റെ മുഖതാവിൽ എന്റെ മുന്നിൽ വെച്ച് പലരെയും ഷൗട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് കേട്ടിട്ടുമുണ്ടാകും. ചില സന്ദർഭങ്ങളിലൊക്കെ ഉസ്താദ് വല്ലാതെ ചൂടാകും. അതിലൊരു ഘട്ടമാണ് ഫോട്ടോ വെച്ചുകൊണ്ട് ഉസ്താദിന്റെ ഏതെങ്കിലും പോസ്റ്റർ അടിച്ചാൽ വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത ദേഷ്യമാണ്. മഹാന്മാരൊക്കെ പറയുന്നത് എന്താണ്? ഫോട്ടോ വെച്ച് വലിയ മഹാന്മാരുടെ പോസ്റ്ററും ഫ്ലക്സും ഒന്നും അടിക്കാറില്ല. കാരണം അതിന് പ്രാവ് കാട്ടിക്കേണ്ടവരല്ലവർ. നമ്മളെയൊക്കെ ഫോട്ടോ എല്ലാ സ്ഥലത്തും കൊണ്ടൊട്ടിക്കും, പ്രാവ് അതിന്റെ മുകളിൽ ഇരുന്ന് കാട്ടിക്കുന്നത്. അത്ര വില നമുക്കുള്ളൂ. മറിച്ച് മഹാന്മാരായ ആരിഫീങ്ങളായ സാലിഹീങ്ങളായ ഒരു പണ്ഡിതന്മാരുടെയും തൊട്ടടുത്താണ് പാലക്കാട് ജില്ല. തൊട്ടടുത്താണ് പാലക്കാട് ജില്ല. ഈ പാലക്കാട് ജില്ലയിലൊന്നും പോണ്ട, തൊട്ടടുത്ത് അറ്റാശ്ശേരി, അടുത്തല്ലേ അറ്റാശ്ശേരി? അല്ലേ? അറ്റാശ്ശേരി, ചെറുപ്പുളശ്ശേരിക്കടുത്ത് അറ്റാശ്ശേരി. എന്റെ ആദരണീയനായ ഗുരുനാഥൻ ശൈഖുന തെന്നിന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരിഫീങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനിയായ, ഏറ്റവും വലിയ ആശിഖുർ റസൂലായ, ഇന്നും എന്റെ സഹോദരങ്ങളെ ആയിരക്കണക്കിന് ആളുകൾ അവിടത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ, നമ്മുടെ കോളേജിലൊക്കെ വരുമ്പോൾ ആളുകൾ ക്യൂ നിന്നിട്ട് കാണുന്നത് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വരെ ആ മഹാനുഭാവന്റെ ഒരു ഫോട്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല. ആദരണീയനായ ശൈഖുന അതിരാം പട്ടണം ആറ്റാശ്ശേരി കെറ്റി മമ്മിക്കുട്ടി ഹസ്രത്ത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, അങ്ങ് അതിരാം പട്ടണം, തമിഴ്നാട്ടിൽ അതിരാം പട്ടണത്തെ റഹ്മാനി അറബി കോളേജിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന, ഇപ്പൊ ആറ്റാശ്ശേരിയിൽ താമസിക്കുന്ന ആദരണീയനായ എന്റെ ഗുരുനാഥൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. എവിടെ നമ്മൾ ഫോട്ടോ കണ്ടു? ഇല്ല. സഹോദരങ്ങളെ, ഒരു മഹാന്മാർക്കും അത് ഇഷ്ടമുള്ളതല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയൊക്കെ ചൂടായ പല സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ അള്ളാഹു തആല കൊടുത്തത്. എന്താ കൊടുത്തത്?
63 പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടന്നു. നമ്മുടെ പള്ളികളിലൊക്കെ മയ്യത്തുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇമാമ പ്രസംഗിക്കും. ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല. ഇമാമ പ്രസംഗിക്കാറുണ്ട്. എന്താ പ്രസംഗിക്കുന്നത്? ഇങ്ങനെ നോക്കും, 2 സഫ് ആളേ ഉള്ളൂ. അവ എന്താ ഇമാം പറയുന്നത്? പുറകിൽ നിൽക്കുന്നവരിൽ 2-3 പേര് ദയവ് ചെയ്ത് അതിന്റെ തൊട്ട് പുറകിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതാണ്. കാരണം 3 സഫാക്കൽ സുന്നത്താണ്. അപ്പൊ ആളില്ലാത്തതിന്റെ പേരിൽ നിൽക്കുന്നവർ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിൽക്കണേ എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം മയ്യത്ത് നമസ്കരിക്കാൻ ആളില്ല. 63 പ്രാവശ്യം മയ്യത്ത് നമസ്കാരം നടന്നു. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നമസ്കരിച്ചു. അർഹതയില്ലെങ്കിൽ പോലും സുബഹി കഴിഞ്ഞ് സുബഹിക്ക് തൊട്ടു മുമ്പുള്ള ആ തഹജ്ജുദിന്റെ സമയത്തുള്ള മയ്യത്ത് നമസ്കാരത്തിന്റെ ഇമാമത്ത് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. എന്റെ സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവരേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് പോകണം മനുഷ്യത്വത്തിലേക്ക്. അതിനെന്താ വേണ്ടത്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. മരണപ്പെട്ടുപോയ അത്തിപ്പറ്റ ഉസ്താദ് ശൈഖുനേക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് അയച്ചു, അമ്പിയാക്കൾ ഈ ലോകത്ത് വന്നു. അവർ അവരുടെ സ്വന്തം ജീവിതം ജനങ്ങൾക്ക് കാഴ്ചവെച്ചു. ആ ജീവിതം കണ്ടുകൊണ്ട് ജനങ്ങൾ നന്മയെ സംശീകരിച്ചു. സഹാബത്ത് കടന്നു വന്നു. സഹാബത്തിന്റെ ജീവിതം കണ്ടുകൊണ്ട് ജനങ്ങൾ ഹിദായത്തിലായി. താബിയങ്ങൾ കടന്നു വന്നു. ശേഷം വന്ന അയിമ്മത്തുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ജനങ്ങൾ ദീനിലേക്ക് വന്നു. അത്തിപ്പറ്റ ഉസ്താദിനെ വരെ കണ്ടുകൊണ്ട് ദീനിന്റെ മാർഗം ഇതാണ് എന്ന് ശരിയായ ദിശ മനസ്സിലാക്കിയ ആളുകൾ നമുക്കിടയിലുണ്ട്. ഉസ്താദിന്റെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്കൊക്കെ സുപരിചിതമാണ്. അതൊക്കെ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര എളിമയാണ്. എത്ര വലിയ വീട്ടിലേക്ക് ചെന്നാലും എത്ര വലിയ തീന്മേശ കണ്ടാലും അതിന്റെ മുകളിൽ കയറിയിരിക്കൂല. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല, നിരത്തിരുന്നേ ഭക്ഷണം കഴിക്കൂല. ഈ സദസ്സിൽ ഷിഹാബുദ്ദീൻ ഉസ്താദുമാർക്കൊക്കെ അറിയാം, നിങ്ങൾക്കൊക്കെ പരിചിതമാണ്. നിരത്തിരുന്നേ കഴിക്കുള്ളൂ. അത് തന്നെ ഒരു വലിയ തലയിൽ വെച്ചിട്ട് ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നേ കഴിക്കുള്ളൂ. അത് തന്നെ ഒരുമിച്ചിരിക്കുകയും തലമറയ്ക്കുകയും അഊദു ചെല്ലുകയും ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് കഴിക്കുകയും വലത് കൈ കൊണ്ട് തന്നെ കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും. വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇടത് കൈ കൊണ്ട് താങ്ങുന്നത് ഉസ്താദിന് ഒട്ടും ഇഷ്ടമില്ല. കഴിക്കുന്ന സമയത്ത് തല കുമ്പിടാൻ പാടില്ല. എത്രയോ പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും തലയും കൊണ്ട് കുനിച്ച് അദ്ദേഹം പറയും ചെയ്യരുത്. കാരണം അത് മൃഗത്തിന്റെ ശൈലിയാണ്. അങ്ങോട്ട് തലയുണ്ട് ഭക്ഷണം എടുക്കുക, നമ്മൾ നേരെ ശരിയായിട്ടിരിക്കുക, അങ്ങോട്ട് കൊണ്ടുവരും. ഒരു 10 പ്രാവശ്യം ഇങ്ങനെ കൈ കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ, നമ്മുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഉസ്താദിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ. അല്ലാതെ നമ്മൾ ഇരുന്ന് കഴിച്ചാൽ നേരം വെളുത്താലും ഭക്ഷണം കഴിച്ചു മതിയാവൂല. തിന്മശൈലിയിൽ ഇങ്ങനെ ജീവിതം കാണിച്ചു തരാൻ അവിടെ ഇരുന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു വാഴ നടത്തും. വലിയ ഒച്ചയിലൊന്നുമല്ല. ക്യാൻസർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പരിപൂർണമായി താടി അങ്ങ് പഠിക്കണം. അദ്ദേഹം ഓപ്പറേഷന് സമയത്തിരുന്നിട്ട് വിങ്ങി പൊട്ടുകയാണ്. ആളുകളൊക്കെ കരുതി, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കരുതി, ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ പേടി വെച്ചിട്ടാണ് ഈ കരയുന്നത്. അവസാനം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ താടി പിന്നാരെ ഹബീബിന്റെ സുന്നത്താണ്. ഞാനിത് ബുലൂഗായ സമയം മുതൽ ആ സുന്നത്ത് പാലിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ താടി അങ്ങ് വലിച്ചു കടയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. നബിയുടെ ഒരു സുന്നത്തല്ലേ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം ഓർക്കുന്നു. വിഷമത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം പറഞ്ഞു, എന്റെ ഈ ഭാഗത്തല്ലേ നിങ്ങൾ ചെയ്യുന്നത്, ഓപ്പറേഷൻ ചെയ്യുന്നത്, എന്നാ ഈ ഭാഗം ഒഴിച്ച് ഇപ്പുറത്തെ ഭാഗത്ത് മാത്രം ഞാൻ ഒന്ന് താടി വളർത്തിക്കോട്ടെ, പകുതി മാത്രം. എന്ത് വൃത്തികേടായിരിക്കണം. മറ്റുള്ളവരൊക്കെ പറഞ്ഞത് വേണ്ട. അന്നുണ്ടായിരുന്ന ഒരു മുഖ്യ ഡോക്ടർ പറഞ്ഞു, ഓക്കെ, അത് ഞാൻ സമ്മതം നൽകുകയാണെന്ന് പറഞ്ഞു. ഒരു ഭാഗം മാത്രം. നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം, അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സൈഡിൽ മാത്രമേ രോമമുള്ളൂ, ഇപ്പുറത്ത് അത്രത്തോളം രോമം വന്നിട്ടില്ല. ഒരു ഭാഗം പരിപൂർണമായിട്ട് ഓപ്പറേഷന് വേണ്ടി വടിച്ചു കളഞ്ഞു. നമ്മളാണെങ്കിൽ ചെയ്യോ, പകുതി മീശ എടുത്തിട്ട് ഒരു സമൂഹത്തിന് മുന്നിൽ 10 ദിവസം നമ്മൾ ജീവിക്കുമോ? അദ്ദേഹം അതെന്ത് ചെയ്തില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഓപ്പറേഷന് വേണ്ടി നിർബന്ധമായിട്ടും പഠിക്കുകയാണ്. അപ്പൊ ആയിക്കോട്ടെ, ആ ഭാഗം മാത്രം, ഒരു ഭാഗം പരിപൂർണമായിട്ട് താടി അദ്ദേഹം വളർത്തുക. ഒന്നോർത്തു നോക്കിയേ, നബിയുടെ സുന്നത്തിന് എത്രത്തോളം ജീവിതത്തിൽ ഹയാത്ത് വെച്ച മഹാൻ. അതുകൊണ്ടല്ലേ അവിടുന്നൊക്കെ മുത്തുനബിയുടെ അനുയായിയായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ റളിയല്ലാഹു തആല അൻഹു അഥവാ മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ വാപ്പയുടെ പരമ്പര ചെന്ന് നിൽക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹു എന്ന ഫാത്തിമാവിയുടെ മകനിലേക്കാണ്.
ഉമ്മയുടെ പരമ്പര നേരെ ചെന്ന് നിൽക്കുന്നത് മറ്റൊരു മകനാകുന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെ പരമ്പരയിലേക്കാണ്. ആ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ സുന്ദരമാക്കപ്പെട്ടതാകുന്ന നല്ല ഒരു ദിവസത്തിൽ തന്നെ ഈ ലോകത്തിന്, ലോകയിലേക്ക്, ജനതയ്ക്ക് മുഴുവനും മാതൃകയായി കേരളത്തിലുള്ളതാകുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ഉത്ബുദ്ധതയുള്ള വക്താവായി മനസ്സിലാക്കത്തക്ക വിധത്തിൽ നല്ല ഒരു മരണം അള്ളാഹു അദ്ദേഹത്തിന് സാധ്യമാക്കി എന്നുള്ളതാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. നേരത്തെ നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പലരെയും മരണത്തിന് ശേഷമാണ് ആളുകളെ തിരിച്ചറിയുക. സിപ്പറ്റ് ഉസ്താദ് പറയാറുണ്ടായിരുന്നു, നിങ്ങളൊന്നുമില്ലെങ്കിലും നിസ്കാരത്തിന് ശേഷം എത്ര തിരക്കുണ്ടായാലും നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ചെറിയ ദുആ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദും സലാത്തും ഇല്ലാതെ ഒരു ദുആയും സ്വീകരിക്കൂല. അതുകൊണ്ട് ആദ്യം എന്ത് വരണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദ്വാരക്കും അങ്ങനെയാണ്. എന്നിട്ട് ഒരു സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു ഈ ദുനിയാവിൽ നന്മ തരണേ, ആഖിറത്തിലും നന്മ തരണേ, ഞങ്ങൾക്ക് നരകീയ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക. ഒരു സലാത്തും ചൊല്ലിപ്പോവാ. ഏറ്റവും ചുരുങ്ങിയത് എത്ര ധൃതിയാണെങ്കിലും. എന്ത് ധൃതിയാണ്? എന്ത് ധൃതിയാ? നീ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് നീ എവിടെയാ ഓടുന്നത്? പൊന്നാട് മുസ്ലിം ജമാഅത്തിൽ നിന്നോ മണ്ണഞ്ചേരി കിഴക്കോ പടിഞ്ഞാറോ ഏത് പള്ളിയിൽ നിന്ന്, പാപ്പാളിയിലോ എവിടെ നീ നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചാടി ഇറങ്ങി ഓടുമ്പോ നീ മനസ്സിലാക്കണം, ഇതേ പള്ളിയുടെ കത്തലത്തിൽ ജുമുഅ പള്ളിയിൽ കൊണ്ടുവന്ന് എന്റെ ജനാസ കൊണ്ടുവന്ന് അടക്കി കൊണ്ടുവന്ന് വെക്കേണ്ട ഒരവസ്ഥ, അവസാന പള്ളിയിലെ ഉസ്താദ് പറഞ്ഞിട്ട് പറയാൻ എടുത്തോണ്ട് കൊയ്ക്കോ എന്ന് പറയുന്ന ഒരവസ്ഥ വരെ എനിക്ക് ഉണ്ടാകും അടുത്ത സെക്കൻഡിൽ എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ നീ എവിടേക്ക് ചാടി ഓടും? കാരണം കഴിഞ്ഞ് ഓട്ടാൻ എങ്ങോട്ടാ ഓടുന്നത്? എവിടെയാ നീ ഓടുന്നത്? ഇവിടേക്ക് തന്നെയാ നിന്റെ ഓട്ടം. അത് നീ മനസ്സിലാക്കണം. എവിടേക്കാ നീ ഓടുന്നത്? ഇതേ സ്ഥലത്തേക്ക് നീ വരാനുള്ളതാണ്. അന്ന് നിനക്ക് ഒന്ന് ഓടാനോ ഒന്ന് അനങ്ങാനോ ഉള്ള ശേഷി നിനക്കില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവിടെ ആ ഒരു ബോധം നിനക്കുണ്ടാവട്ടെ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അവിടെ ഇരുന്ന സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത് കൊണ്ടെന്നാ പ്രശ്നം? അൽഹംദുലില്ലാഹ് ചെല്ലുന്നത് കൊണ്ട് എന്താ നിനക്ക് വിഷയം? അല്ലാഹു അക്ബർ പറയലുകൊണ്ട് നിനക്ക് എന്താ വിഷയം? നീ പടച്ച റബ്ബിനെ പുകഴ്ത്താൻ മറന്നുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഓടുകയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ നിനക്ക് എന്താ വിഷമം? എന്താ വിഷമം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, മാസലു ത്വരീഖ് ഇലല്ലാഹ്. നബിയേ, നബിയേ, അങ്ങയുടെ മരുമകനല്ലയോ ഞാൻ? അങ്ങന്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള്? എന്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള്? അവിടുത്തെ പ്രിയപ്പെട്ട മകളെയല്ലയോ, ഫാത്തിമയല്ലയോ ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത്? എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത്, മാസലു ത്വരീഖ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? ഏതെങ്കിലും കുറുക്ക് വഴിയുണ്ടോ, ഷോർട്ടായ വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് അലിയാര് തങ്ങളോട് പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിക്കണേ. പൊക്കത്തിൽ ബാപ്പു മുസ്ലിയാരടക്കമുള്ള ഏതൊക്കെ ഔലിയാക്കളുണ്ടോ, മഹത്തുക്കളുണ്ടോ, അവരൊക്കെ പടച്ച റബ്ബിലേക്ക് അടുത്തത് അല്ലാഹുവിനെ ഓർക്കലിലൂടെയാണ്, അവനെ ദിക്ർ ചൊല്ലലിലൂടെയാണ്, നമസ്കാരം ചിട്ടവക്കലിലൂടെ, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടലിലൂടെ, സകാത്തുകൾ കൊടുത്തു വീട്ടലിലൂടെ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കലിലൂടെ, പാവങ്ങളെ സഹായിക്കലിലൂടെ, നിരാലംബര കവലംബമാകലിലൂടെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കലിലൂടെ, ഏതൊക്കെ നന്മയുടെ മേഖലകളുണ്ടോ നാനാൻമുഖ മേഖല സുസ്ഥിരമാകുന്ന സേവനം അനുഷ്ഠിക്കലിലൂടെ അല്ലാഹുവിനെ രഹസ്യമായും പരസ്യമായും ദിക്ർ ചൊല്ലാതെ നിനക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റൂല അലിയേ. അലിയാര് തങ്ങളെ റസൂലുള്ളാഹിയോട് വീണ്ടും ചോദിക്കുകയാണ്, നബിയേ, എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ. എനിക്ക് മാത്രമായി ഖാസായി ഒരു ഇജാദത്ത് തരണം. നമ്മളൊക്കെ ഉസ്താദുമാരോട് ചോദിക്കാറുണ്ട്, ഉസ്താദേ എനിക്കൊരു ദിക്ർ. ഉസ്താദ് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്കൊരു ദിക്ർ താ. നബി ഏതാ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ അലിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരോടാ ഈ പറയുന്നത്? ആരോടാ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു. ചെറിയ ആളല്ല,
എപ്പോഴും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നിലകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കോടിക്കണക്കിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കും. ഇവിടെ നമ്മളോട് പറയാം പള്ളിയിൽ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഇപ്പൊ ഒത്തിരിപ്പി 1000 ചൊല്ലിയിട്ട് വന്നിരിക്കുക. ഇതാ കളി. ഒരൊറ്റ ദിക്ർ ചെല്ലത്തുമില്ല. ഹയവാൻ പറയുന്നതൊക്കെ ചൊല്ലിയിട്ടുണ്ട് 30,000 പ്രാവശ്യം. പെണ്ണുങ്ങൾ ചിലർ വിളിക്കും ഉസ്താദേ ഒരു ദിക്ർ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ് എന്നാൽ ലാഹൗല ചൊല്ലിക്കും. ലാഹൗല ഉസ്താദേ ഞാൻ എല്ലാ ദിവസവും 1313 ഡെയിലി ചെല്ലാറുണ്ട്. ഞാൻ പറഞ്ഞത് എന്നാ പിന്നെ ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാകില്ല. ചെല്ലുന്നുണ്ടെങ്കിൽ ഉണ്ടാകില്ല, ചെല്ലാത്തതുകൊണ്ടായി കുഴപ്പമെന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നീ എത്ര ദിക്ർ ചെല്ലിയാലും അനുവാദം വാങ്ങി ചെല്ലുന്നതും അനുവാദം വാങ്ങാതെ ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സർക്കർമ്മങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഉസ്താദുമാരെ സമീപിക്കുമ്പോൾ അവർ പറയും നീ നിന്റെ കുടുംബത്തിന് എൻ്റെ ഏറ്റവും അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ വിളിച്ചിട്ട് ഒന്ന് സൽക്കാരം നടത്ത്, ഭക്ഷണം കൊടുക്കുക, അതായിരിക്കും പറയാം. നമ്മൾ ഓർക്കും എന്ത് ഇന്നലെയും കൂടി ഒരു സൽക്കാരം നടത്തിയിട്ടേ ഇപ്പോൾ ഈ വന്നത്. അപ്പോൾ ഉണ്ട് മൂപ്പര് ഇത് പറയാ, ഇയാളത്തൊന്നും പോയിട്ട് കാര്യമില്ല. പക്ഷെ അത് ചെയ്തു നോക്ക്, അപ്പോൾ ഉണ്ടാവും ഒരു ഫലം. കാരണം എന്താ, അനുവാദം വാങ്ങി ചെയ്യുന്നത് ഒന്ന്, അനുവാദം വാങ്ങാതെ നീ എത്ര ഹത്ത് ഓതിയാലും ആ ഒരു ഫൈദ കിട്ടൂല. ആണ് മനസ്സിലാക്കേണ്ടത്. അലി റളിയല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നീ എന്ത് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. എന്തുകൊണ്ട്? സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത ദിക്റും ഇത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിൽ എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ്, അള്ളാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ അടുക്കൽ മുരീദന്മാര് ചെല്ലും, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ സൂഫിയാക്കളാകുന്ന ആളുകൾ. അവർ ചെന്നിട്ട് അവർ പറയും ഞങ്ങളെ നിങ്ങളുടെ മുരീദിൽ ഉൾപ്പെടുത്ത്. അദ്ദേഹത്തെ എടുക്കൂല. തികച്ചും സ്വാലിഹാണെന്ന് തോന്നി നല്ല നല്ല ദാക്കിരികളാകുന്ന ആളുകളോട് അവരോട് പറയും 1,00,000 നീ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ. 1,00,000 ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെറുതെ വീട്ടി പൂർത്തിയാക്കിയിട്ട് അതിനിടയിൽ നമസ്കാരം ഒഴിവാക്കാനല്ല, കൃത്യമായി നമസ്കാരം, ഇബാദത്ത് കണിശമായ രീതിയിൽ ഇബാദത്ത്. അന്യസ്ത്രീകളുമായിട്ടുള്ള സങ്കലനങ്ങളില്ല. ഒരു കള്ള സൂഫിയോ കള്ള ജിന്നുമ്മയോ ഒന്നുമല്ല, അങ്ങനത്തെ ഒരു രീതിയുമല്ല. നല്ല തഖ്വയുള്ള വലിയ, അള്ളാഹുവിനെ യഥാർത്ഥമായി ഭയക്കുന്ന വലിയ. അവനാരാണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ശേഷം പറയും. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ് ഹസ്ബ മാ യുംകിൻ അൽ മുവാളിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ, ഇല്ലാ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമി ലോകത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ്. പടച്ചറബിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന സമൂഹം കുറവാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവർ കുറവാണ്. പടച്ചറബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ്. അതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഈമാൻ കുറയുന്ന കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹ് എന്ന് പറയുന്നവരെ കാലഘട്ടം കാണാതെ ഈ ലോകം കടന്നു വരുമേ. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്, ഈ ലോകത്തിന്റെ അവസാനമാണ്. അതുകൊണ്ടല്ലേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്നെ നിത്യമാക്കിയിരുന്ന റാത്തീബിൽ നമ്മൾ എപ്പോഴും ചൊല്ലാറുള്ളയോ അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറബിന്റെ നാമം നീ ഉച്ചരിക്കാതെ നിലകൊള്ളുമ്പോൾ, നീ പഠിച്ചു വെക്കേണ്ട പാഠം, നിന്റെ മനസ്സിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത എടുത്തു പോകുമ്പോ, നീ നമസ്കരിക്കാതിരിക്കുമ്പോ, നീ റമദാനിൽ നോമ്പ് പിടിക്കാതിരിക്കുമ്പോ, നീ സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോ, നിന്റെ നാവിലൂടെ കള്ള് നീ ഹൃദയത്തിലൂടെ നിന്റെ വയറ്റിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുമ്പോ, നീ സിഗരറ്റ് നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നീ വീടി വലിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ, നീ അന്യപ്പെണ്ണമായി ചുംബനത്തിൽ ഏർപ്പെടുമ്പോ, അന്യപ്പെണ്ണമായ കണ്ണിലൂടെ കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ IMIയിലൂടെ ചാറ്റിംഗ് നടത്തുമ്പോ, വാട്സാപ്പിലൂടെ അന്യപ്പെണ്ണുമായിട്ട് കൈകൊണ്ട് നീ ചാറ്റിംഗിൽ ഏർപ്പെടുമ്പോ, നീ പഠിച്ചു വെക്കേണ്ട പാഠം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ
പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വെക്കാത്ത ഒരു ലോകത്തിലേക്ക് നിന്റെ മനസ്സിതാ പോകുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ? ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പൊക്കത്തിൽ ബാപ്പു മുസ്ലിയാരെ പറയാൻ നമുക്കെന്ത് അർഹതയാണ് സോദര? അവരെ ഓർക്കാൻ നമുക്കെന്ത് അർഹതയാണ്? അവരുടെ ചാരത്തൊന്ന് നിലകൊള്ളാൻ, മഹത്തുക്കളുടെ ചാരത്തൊന്ന് പോയി മഹ്ശറിൽ ഒരുമിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. നിന്റെ ജീവിതത്തിൽ അമലില്ലാതെ, നീ നമസ്കാരം ചിട്ടവെക്കാതെ, നീ നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടാതെ, നീ സകാത്തുകൾ കൊടുത്തു വീട്ടാതെ, നീ പാപങ്ങളെ സഹായിക്കാതെ, നീ നിരാലംബര കവലംബമാകാതെ, നീ നിരാശ്രയർക്ക് ആശ്രയത്വം സഹിക്കാതെ, പൊന്നാടിലുള്ള പാവപ്പെട്ടതായ വിധവകളാകുന്ന സഹോദരിമാർക്ക് അത്താണിയായി വർത്തിക്കാതെ, ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ പിന്നിൽ നീ നിലകൊള്ളാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിനക്കൊരിക്കലും അവരോടൊപ്പെത്താൻ സാധിക്കുകയില്ല. നീ നിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നവനാകണം. നീ നിന്റെ ഹൃദയം കൊണ്ട് പടച്ചറപ്പിനെ സ്മരിക്കുന്നവനാകണം. അല്ലാതെ രക്ഷയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകർക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിതിട്ട് ദുആ ഇരക്കുകയാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. പരിശുദ്ധമായ കഅബയുടെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമായ കഅബ സ്വീകരിക്കണേ എന്ന് ദുആ ഇരുന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഈ മക്കയിൽ നിന്ന്, ഈ പരിശുദ്ധമായ ഖുറൈശി ഗോത്രത്തിൽ നിന്ന്, അവരിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ അവരിലേക്ക് പ്രവാചകനായി നീ നിയോഗിക്കണേ അല്ലാ. എന്തിനു വേണ്ടിയാണ്? ലിയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. ആ പ്രവാചകൻ അവരിലേക്ക് കടന്നു ചെന്ന്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രവാചകൻ ആ സമൂഹത്തിലേക്ക്, അറബ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്ന് അവരെ തസ്കിയത്ത് നടത്തുമല്ലാ, അവരെ സംസ്കാരം പഠിപ്പിക്കുമല്ലാ, അവരെ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് അദ്ദേഹം കൊണ്ടുവരും. ലിയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. അവർക്ക് ഖുർആൻ ആര് പഠിപ്പിച്ചു കൊടുക്കും? അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പറയുകയാണ്, قال رسول الله صلى الله عليه وسلم انا ببشارتي وبدعوتي ابراهيم. ഞാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിലല്ലയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയിലൂടെയാണ് ഞാൻ ഈ കടന്നു വന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പൊ ആരുടെ ദുആണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി സ്വലാം ദുആ എന്താ? ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അയക്കണം, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് തന്നെ, അറബ് വംശത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് എന്തിന്? അവരിലേക്ക് തന്നെ ദീനീ പ്രബോധനവുമായി അദ്ദേഹം കടന്നു വരണം. അവർക്ക് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം അവരെ സംസ്കാരം പഠിപ്പിക്കണം. അദ്ദേഹമാണ് സംസ്കാരിക്കുക, സംസ്കാരമുണ്ടാക്കുക. അല്ലാതെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥമല്ല. ആരാണ് സംസ്കാരം പഠിപ്പിക്കുക? അദ്ദേഹം പഠിപ്പിക്കും. അഥവാ മുത്തുനബി വേണം സംസ്കാരം പഠിപ്പിക്കാൻ. അങ്ങനെ മുത്തുനബി സംസ്കാരം പഠിപ്പിച്ചു. നബി മുഖേന ഹിദായത്ത് കിട്ടിയില്ല. ഇവിടെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നക ലതഹ്ദീ ഇലാ
സിറാത്തിൻ മുസ്തഖീം. നബിയേ, തങ്ങളെ മുഖേന തീർച്ചയായും ജനങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളെ മുഖേന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും. തങ്ങൾക്കതിന് സാധിക്കുമെന്ന് ശുദ്ധ ഖുർആൻ. തങ്ങൾക്കേ അതിന് സാധിക്കൂ. അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിൽ നാം ഈ ഖുർആനിനെ നൽകിയത്. ശ്രദ്ധിക്കണേ, ആർക്ക് കൊടുത്തു ഖുർആൻ? മുത്തുനബിയുടെ കയ്യിലേക്ക്. ജനങ്ങൾക്ക് കൊടുത്തില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ അതുകൊണ്ട് പിഴച്ചു പോകും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞത് അതാണ്, യുദല്ലു ബിഹി കസീറ. അധികം ആളുകൾ അതുകൊണ്ട് അവർ പിഴച്ചു പോകും. അവർ സ്വന്തമായി അർത്ഥം വെച്ചാൽ, അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ, സ്വന്തമായി പരിഭാഷപ്പെടുത്തിയാൽ. പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ല ദീൻ. മനസ്സിലാക്കണം. കേവലം കുറച്ച് പുസ്തകം വായിച്ചിട്ട് കവലപ്രസംഗം നടത്തുക, അതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഇങ്ങനെ കറങ്ങി വരണം. ആരിൽ നിന്ന്? മുത്തുനബിയിൽ നിന്ന്. മുത്തുനബിക്ക് അവിടുത്തെ സ്വഹാബത്തിലേക്ക് കിട്ടിയത്, സ്വഹാബത്ത് അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിഈങ്ങൾക്ക് കൊടുത്തത്, താബിഈങ്ങൾ അവരുടെ ശിഷ്യന്മാരാകുന്ന തബഉ താബിഈങ്ങൾക്ക് പകർന്നു കൊടുത്തത്, ശേഷം വന്ന ഇമാമുന ഷാഫി പോലെയുള്ള ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള, മാലിക് ഇമാമിനെ പോലെയുള്ള ഇമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുത്തത്, അവർ നമുക്ക് പഠിപ്പിച്ചതാകുന്ന മദ്ഹബിന്റെ ആശയം, ഇമാം നവവി തങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി അടക്കമുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ മദ്രസയിൽ ദീനി ദറസുകളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നതായ ജ്ഞാനം. അതിനൊരു അടിസ്ഥാനമുണ്ട്. മനസ്സിലായിക്കോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ എവിടെ മുട്ടണം? എവിടെ ചെല്ലണം? നേരെ മണഞ്ചേരി ടൗണിലോ എവിടെ ചെല്ലണം? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണം. അതാണ് പരമ്പര, സിൽസില. അതാണ്. അങ്ങനെ എത്തുന്നില്ലയോ, അവൻ മുസ്ലിയാരല്ല. അവൻ പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട. ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ശറഹുൽ മുഹദ്ദബയിൽ, അഥവാ ബഹുമാനപ്പെട്ടവർ മജ്മൂ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവന്ന ഒരു വാക്യമുണ്ട്, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബ്. കിതാബിന്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ്. പിന്നെ എവിടുന്ന് നിങ്ങൾ ഇൽമിനെ പഠിക്കണം? ഉസ്താദുമാരുടെ വായകളിൽ നിന്ന്. അവരെങ്ങനെ അർത്ഥം വെച്ച് തരും? ഖുർആൻ അർത്ഥം വെച്ച് തരും. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് നമ്മൾ എവിടെ പോകണം? സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം. ഇൽമ തേടാൻ സാലിഹീങ്ങളെ തേടിയെത്തണം. നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അക്ഷരമാലകൾ, അതിന് വ്യത്യാസമില്ല. കൃത്യമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ദറസിൽ മുദരിസമാർ, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, മുദരിസമാർ എന്ത് മസലകൾ ചോദിച്ചാലും നമുക്ക് പകർന്നു നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമീങ്ങൾ നമുക്ക് ഇന്നുമുണ്ടല്ലോ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉറക്കെ പറയും, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഖതീബുമാരുണ്ട്, നല്ല രീതിയിൽ ഇൽമുള്ള ഖതീബുമാർ. അവർ നമുക്ക് പകർന്നു നൽകുന്ന ഖുർആനികമാകുന്ന ഇൽമ് അവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്. അവരുടെ ഉസ്താദുമാർക്ക് എവിടെ നിന്ന് കിട്ടി? അവരുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് അയിമ്മത്തുകളിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹത്തുക്കളാകുന്ന ആലിമികൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി. ആ ഗ്രന്ഥം ക്രോഡീകരിക്കത്തക്ക ഇൽമ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബിഈങ്ങളിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടി. ആ ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? സ്വഹാബത്തിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന് എവിടെ നിന്ന് കിട്ടി? മുത്തുനബിയിൽ നിന്ന് കിട്ടി. മുത്തുനബിക്ക് എവിടെ നിന്ന് കിട്ടി? അള്ളാഹു കൊടുത്ത ഇൽമിൽ നിന്ന്. ഇങ്ങനെ വരണം. അതാണ് പരമ്പര, സിൽസില. അതാണ്, ചെറിയ കാര്യമല്ല. ഈ ഹിദായത്ത് കിട്ടാനാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇതാണ്, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ യാചിക്കുന്നത്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ എന്താണ്? ഫാത്തിഹ എന്താ? ഹിദായത്ത് ചോദിക്കല്ലേ, വേറൊന്നുമല്ല. ഫാത്തിഹ സൂറത്ത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തിൽ
ഒരു ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ? ദുആ തുടങ്ങുന്നത് എവിടെയാണ്? എവിടെയാ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ദുആ. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറുത് തൻസീൽ വഅസ്റാറുത് തഅവീൽ മഹത്തായ തഫ്സീർ ബൈലാവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫാത്തിഹ സൂറത്തിന് ധാരാളം നാമങ്ങളുണ്ട്. അതിലൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹ, അതിലൊരു പേരാണ് സൂറത്തുൽ ഖുർആൻ, അതിലൊരു പേരാണ് സൂറത്തുദ് ദുആ. പ്രാർത്ഥനയുടെ സൂക്തമാണ്, സൂക്തമാണ്. ഈ സൂറത്തിനൊരു പേരുണ്ട്. ഇതിന്റെ പേര് സൂറത്തുദ് ദുആ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട്. ഏ സൂറത്തിന്? ഫാത്തിഹ. ഫാത്തിഹ എന്ന് മനസ്സിലായി? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലോക്കലല്ല ഫാത്തിഹ. എല്ലാ രോഗങ്ങളും ശമനമാകും. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ഫാത്തിഹ വിശദീകരിച്ചെടുത്തിട്ട് തന്നെ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഏത് ഹദീസ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തമായ ഫാത്തിഹ ഇല്ലയോ, ആ ഫാത്തിഹ സൂറത്ത് ഓതിക്കോ സഹോദര, രോഗശമനമാണ്, ശമനമാണ്. മാരകമാകുന്ന ക്യാൻസർ രോഗമുണ്ടോ ഉസ്താദേ, വിഷമിക്കേണ്ട പെങ്ങളെ, ഫാത്തിഹ സൂറത്ത് ശമനമാണ്. ആരാണിത് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഏതൊക്കെ രോഗമുണ്ടോ പരിപൂർണമായ ശമനം ഫാത്തിഹയിലുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.